ഷെമർ CCTV ഇന്ന് ഏറ്റവും പുതിയൊരു സെക്യൂരിറ്റി ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻസ്റ്റലേഷനും അതുപോലെ അതിങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന വ്യൂവും എല്ലാം വിശദമായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഫിറ്റ് ചെയ്യാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു വ്യൂ, ഈ ഒരു വ്യൂ വേണം, ഒപ്പം തന്നെ ഇപ്പുറത്തെ ഒരു വ്യൂ വേണം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈമിലല്ല, ഈ രണ്ട് വ്യൂവിലേക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ക്യാമറ വയ്ക്കാൻ പറ്റും എന്ന് നോക്കിയപ്പോഴാണ് ഈ കോർണറിലേക്ക് ആണ് ക്യാമറ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്യാമറ C8C എന്ന് പറയുന്ന ഇസ്വിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാമറയാണ്. ഇത് 1080p എന്ന് പറയുന്ന റെസൊല്യൂഷനാണ്. നൈറ്റും കളർ വരുന്ന മോഡലാണ്. ഔട്ട്ഡോറായിട്ട് വരുന്ന അത്യാവശ്യം വെതർ പ്രൂഫുള്ള ഒരു മോഡൽ ക്യാമറയാണ്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാം, ഒപ്പം തന്നെ താഴേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഇത് ആദ്യം തന്നെ മൊബൈലിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നുന്നത്. മൊബൈലിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലഗിൽ കണക്ട് ചെയ്യുക, ഒപ്പം വൈഫൈ ആയിട്ടാണ് ഇത് കണക്റ്റ് ആക്കുന്നത്. നിലവിൽ ക്യാമറ വയ്ക്കുന്നിടത്തൊരു വൈഫൈ ഉണ്ടായിരിക്കണം. ആ വൈഫൈയിലേക്ക് ആദ്യം തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ വൈഫൈ ഉള്ള മോഡത്തിന് ഏകദേശം 1 മീറ്ററായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇസ്വിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയതുകൊണ്ട് ഇത് ഹിക്വിഷൻ വർക്ക് ചെയ്യുന്ന ഹിക്ക് കണക്റ്റ് എന്നുള്ള ആപ്പിലും ഹൈലുക്ക് എന്നുള്ള ആപ്പിലും വർക്കാവും. അപ്പോൾ നമ്മളിതിൽ ഹൈലുക്ക് എന്നുള്ള ആപ്പിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഇപ്പോൾ ഈ ക്യാമറ ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ വലിയൊരു ഗ്രൂപ്പാണ്, അവരുടെ ഹോട്ടൽ റിസോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ വേറെ ക്യാമറകൾ സ്ഥലങ്ങളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ ചെയ്തിരിക്കുമ്പോൾ ആ ആപ്പിലേക്ക് തന്നെ ഇത് തന്നെ ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നോക്കുമ്പോൾ ഒരേ ആപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ടെല്ലാം സൂപ്പർവിഷന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആ പ്രോഗ്രാം എടുത്തിട്ട് പ്ലസ് ആഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ക്യാമറയുടെ QR കോഡിലേക്കാണ് നമ്മളിത് ക്യാമറ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വൈഫൈ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പം നിലവിൽ നമ്മൾ ഈ ക്യാമറ വയ്ക്കുന്ന സ്ഥലത്തൊരു വൈഫൈ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ആ വൈഫൈയുടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പാസ്വേഡാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. ആ പാസ്വേഡ് തെറ്റാതെ കറക്റ്റായിട്ട് അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ക്യാമറയും അതുപോലെ ഈ മോഡുമായിട്ട് ലിങ്ക് ആവുന്നതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആയിരിക്കും പിന്നെ നടക്കുന്നത്. ഇപ്പോൾ അത് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാമറ ഓപ്പൺ ആവുന്ന ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്യാമറയ്ക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ഈ ഡിവൈസിൽ തന്നെ, ഈ പ്രോഗ്രാമിൽ തന്നെ വേറെ ഡിവൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യാമറ വ്യൂ ആവും. ഒപ്പം അതിൻ്റെ മോഷൻ ഡിറ്റക്ഷൻ അതുപോലെ റെക്കോർഡിങ് എല്ലാം അങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ആദ്യം ഇതിൻ്റെ കൊടുത്ത പേര് 2 വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ആൻഡ് റെസ്റ്റോറൻ്റ് എന്ന് കൊടുത്തു. ഇപ്പോൾ റിസോർട്ടിൻ്റെ പേരും കൂടെ കൊടുക്കാം. റീവൈൽഡ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മളിത് സേവ് ചെയ്തു. അപ്പോൾ ഇത് ഒരു ഓതറൈസേഷൻ ഒരു അക്കൗണ്ടിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ്ലൈൻ ആവുമോ, ക്യാമറയ്ക്ക് എന്തെങ്കിലും എറർ വരുമോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അതും നമ്മൾ ഓതറൈസ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ക്യാമറയും കൂടെ ലിസ്റ്റായി, ആ ഒരു പേരിൽ ലിസ്റ്റായി ഇപ്പോൾ ആഡായിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടില്ല, നമ്മളിത് മൊബൈലിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ഇനി ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്
ഇപ്പോൾ ഈ ഭിത്തിയുടെ ഈ കോണിൽ തന്നെ കൊടുത്തിട്ട് കോണിൻ്റെ നേരെ തന്നെ ഒരടി തള്ളു വരാൻ പാകത്തിന് അങ്ങനെ ഒരു പൈപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം അതിലാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭിത്തി കൊടുത്തു കഴിയുമ്പോൾ ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് ബ്ലൈൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നേരെ ഭിത്തിയുടെ കോർണറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ ഭാഗം കിട്ടണം. അപ്പോൾ ഈ ഭാഗത്തേക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ ഈ ഭാഗവും ഇങ്ങോട്ട് തിരിച്ച് കഴിയുമ്പോൾ ഈ ഭാഗം കിട്ടും. ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ 2 പോയിൻ്റാണ് പറഞ്ഞതെങ്കിൽ ഇത് നേരെയുള്ള ആ ഒരു വ്യൂ കൂടെ 3 പോയിൻ്റ് കിട്ടി സെറ്റ് ചെയ്തപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് ഇതാണ് പ്രോഗ്രാമിൽ ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു വ്യൂ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗവും അതുപോലെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കയറി വരുന്ന എൻട്രി ഭാഗവും അങ്ങനെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഫുൾ വ്യൂ വരാൻ പാകത്തിനുള്ള ഒരു പോയിന്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോഴുള്ള വീഡിയോ. ഇത് മറ്റേ രണ്ടാമത്തെ സൈഡിലേക്ക് വരുമ്പോഴുള്ള വീഡിയോ. ഇതാണ് മൂന്നാമത്. അപ്പോൾ 2 വ്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു മൂന്നാമതൊരു വ്യൂവും കൂടെ ഈ ഒരു വ്യൂവും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഇതിൻ്റെ നൈറ്റ് വിഷനാണ്. ഇപ്പോൾ ഇതിൽ ലൈറ്റ് 1% ലൈറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 0% ലൈറ്റിലാണെന്നുണ്ടെങ്കിലും ഇത് ഫ്ലാഷ് ലൈറ്റ് തെളിഞ്ഞിട്ട് നൈറ്റും കളറായിട്ട് തന്നെയായിരിക്കും വരുന്നത്.